അധ്യായത്തിൽ യേശുരായരുടെ ദേശത്ത് ചെയ്ത ഒരു അത്ഭുതത്തെ പറ്റി നമുക്ക് കാണാൻ സാധിക്കും. നമുക്ക് ആ സംഭവങ്ങളോട് ഇന്ന് കടന്നു പോയാലോ? അതാ യേശു കൂട്ടുകാരല്ലേ ഒളിച്ചിരുന്ന്. അതെ, അവരെന്തായിരിക്കും ചെയ്യുക? അങ്ങനെ കിഴക്കോട്ടുള്ള വഴിയോട് വെച്ചു പിടിക്കുന്നത് ഞാൻ ആ ഭ്രാന്തിലുള്ളത് സംഭവിക്കും. പറഞ്ഞേക്കാം, ഗുരു ഗുരു ഒന്ന് നിൽക്കണേ. ഗുരു ദേശത്തേക്ക് സ്വാഗതം. ഇതുവഴി ഒന്ന് അപകടമാണ്. ഒരു ഭ്രാന്തനുണ്ട്, വീട് ജീവൻ അപകടത്തിലായേക്കാം. അപ്പൊ നമുക്ക് നഗരത്തിലേക്ക് പോകാം, അവിടെ എന്റെ വീടുണ്ട്. ഗുരു എന്താണ് പുഞ്ചിരിക്ക് മാത്രം ചെയ്യുന്നത്? പറയും മനസ്സിലാവുന്നില്ല അങ്ങേക്ക്. ഇവിടെ പോയാൽ വീട് ജീവൻ അപകടത്തിലാവും. എല്ലാവരും ഉപദ്രവിക്കുന്നവരാണ്. എന്നെ തടയരുത്, എനിക്ക് അതുവഴി പോകേണ്ടിയിരിക്കുന്നു. ശരി, എന്നാ ചെന്ന് അങ്ങോട്ട് കയറി കൊടുക്ക. നമ്മള് പറയുമ്പോ ആരും കേൾക്കുകയല്ല. ഇവിടത്തേക്ക് പോയി ചാകും. എഴുതമാര് കെട്ടിയെടുത്തോളൂ, എന്നോളൂ. മനുഷ്യന്റെ സമയം കളയാൻ വേണ്ടി എന്തെങ്കിലും ഒക്കെ സംഭവിക്കും, കാണാം. ദിവസം ശരിയല്ലല്ലോ. രാവിലെ സ്വസ്ഥതയില്ല. ഏത് സമയത്താണ് കൊല്ലാനും പറ്റുന്നില്ല, ചെയ്യാനും പറ്റുന്നില്ല. പേശികളൊക്കെ വലിഞ്ഞു മൃഗമാണല്ലോ ശരീരത്തില്. എഴുന്നേക്കാനും പറ്റുന്നില്ല, ഇരിക്കാനും പറ്റുന്നില്ല. കൊന്നുകളഞ്ഞാലും ഞാനാണ് തീരുമാനിക്കുന്നത്. നീ ചെറുത്, ഞാൻ വലുത്. എന്താ ഇങ്ങനെ സംഭവിക്കുന്നേ? ഓ, അതായിരുന്നല്ലേ സംഭവം. ഇസ്രായേലായ യേശു ഇവിടെ വരുന്നുണ്ടെന്നാ തോന്നുന്നേ. ആലോചിക്കട്ടെ. കുറെ എണ്ണങ്ങളും കൂടെ ഒരു ഉപയോഗമില്ല. അവൻ വന്നു കഴിഞ്ഞു. എന്റെ കാൽപാദങ്ങൾ എനിക്ക് കേൾക്കാം. നമ്മുടെ അവസാനമാണെന്ന് തോന്നുന്നില്ല. അവൻ വന്നു. വേണ്ട, അടുത്തു വരരുത്. വേണ്ട, അടുത്തു വരരുത്. യേശുവേ, നിന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ എനിക്ക് സാധിക്കുന്നില്ലല്ലോ. നിന്റെ പ്രകാശം കൊണ്ട് ദേഹം മുഴുവൻ പൊള്ളുന്നു. സമയമാകുന്നതിന് മുമ്പ് എന്തിനാണ് നീ ഞങ്ങൾ ഉപദ്രവിക്കാൻ വന്നിരിക്കുന്നത്? നിന്റെ പേരെന്താണ്? എന്റെ പേര് അറിയണോടാ? ഒറ്റയ്ക്കില്ല, അനേകം പേരുണ്ട്. ഒരു ഗുണമില്ല. എന്തിനാണ് ആ പന്നിക്കൂട്ടം കണ്ടോ? പുറത്താക്കുവാണേ. അതിലേക്ക് ഞങ്ങളെ അയക്കണം. പാതാളത്തിലേക്ക് മടങ്ങിച്ചെല്ലാൻ ഞങ്ങൾക്ക് സാധിക്കുകയില്ല. പോയിക്കൊള്ളുക, ഞാൻ അനുവദിച്ചിരിക്കുന്നു. നീ പോകാൻ തോന്നുന്നില്ല. അയ്യോ, എഴുന്നേക്കാ. എന്താ പറ്റിയേ? ഗുരു, ശ്വാസമില്ലല്ലോ. എല്ലാം ഓടിക്കൂടുന്നുണ്ട്. തേണ്ടേ കുറെ പന്നിയോട് പോയി ചത്തു. നീ ഇവനെ തട്ടിക്കളഞ്ഞു. അയ്യോ, ഞാൻ അപ്പഴേ പറഞ്ഞു ഇവരോട് ഇറങ്ങി വരേണ്ടത്. ആ ദേവാലയത്തിൽ നിന്ന് തല്ലി കിട്ടാതെ ഒരു രീതിയിലാ വന്നേ. അടുത്തത് എവിടെ പോയാലും ഇടാ. ഓ, തല്ല ഉറപ്പാ. ജീവനം കൊണ്ട് ഞങ്ങൾ മടങ്ങുമോ? ഓ,
നീ സമാധാനത്തിരിക്കുക, ഒന്നും സംഭവിക്കുകയില്ല. ദൈവത്തിൽ വിശ്വസിക്കുക. എന്നെ കൊണ്ട് കൂടെ ഒന്ന് പറയിപ്പിക്കല്ലോ, ഒപ്പിച്ചു നോക്കുകയും ചെയ്യും, മുങ്ങുകയും ചെയ്യും. എഴുന്നേടാ. പോയി, ഇവിടെ എല്ലാം പോയി. വേണ്ടേ, പന്നികളെല്ലാം പോയി ചത്തു, ഇവിടെ എല്ലാം നശിച്ചു. ഇതാ ഭ്രാന്തനല്ലേ? ഓ യേശു, ഓ നീ വന്നപ്പോഴേ എനിക്ക് അറിയായിരുന്നു ഇങ്ങനെ എന്തേലും ഒപ്പിക്കുന്നു. ഓ നീ ഭ്രാന്തനുള്ള വിശ്വാസത്തിലേക്ക് അങ്ങോട്ടൊക്കെ നേരിച്ച് അവിടെയല്ല പന്നി കൊത്ത് ചത്തുവായി. കർത്താവേ, ഇവനോട് അപേക്ഷിക്കുക, ദയവ് ഞങ്ങളെ വിട്ടുപോണേ പ്ലീസ്. ഇവനോട് അപേക്ഷിക്കുന്നു, നിങ്ങളെ ഉപദ്രവിക്കരുത്. വരൂ ശിശുരേ, നമുക്ക് പോയേക്കാം. യേശുവേ, ഒരു മിനിറ്റ്, ഞാനും കൂടെ നിന്റെ കൂടെ വന്നോട്ടെ. എനിക്ക് നിന്റേതായി ജീവിച്ചാൽ മതി. ഈ ദേശത്ത് നിൽക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. വേണ്ട മകനെ, നീ നിന്റെ ദേശത്തേക്ക് തിരിച്ചു ചെല്ലുക. നിന്റെ സഹോദരങ്ങളോട് ദൈവം നിനക്ക് ചെയ്ത മഹത്തായ കാര്യങ്ങളെ കുറിച്ച് പറയുക. താങ്ക് യു.